പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ വസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനങ്ങൾ. ഈ ദിവസത്തിലും അല്പസമയം ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം അതിന്റെ 24-ാം വചനം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ ബിരുദം പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. In English, 1 Corinthians chapter 9 verse 24. Do you not know that in a race all the runners run, but only one gets the prize? Run in such a way as to get the prize. Amen. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്ന ഭാഗം, നാം ഓരോരുത്തരും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടണം. പ്രൈസ് ദി ലോർഡ്. നാം എല്ലാവരും ഒരു ക്രിസ്തീയ ഓട്ടക്കളത്തിലാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസ ജീവിതയാത്രയിലാണ്, അല്ലെ? പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, യേശുവിനെ അറിഞ്ഞു, കൂട്ടായ്മ ആചരിക്കുന്നു. അതുപോലെ നാമും ആമേൻ സ്തോത്രം, എല്ലാവരും ഓടുന്നു, നാമും ഓടുന്നു. ആ ഒരു രീതിയിലല്ല, നാം പ്രാപിപ്പാൻ തക്കവണ്ണം ഓടണം. പ്രൈസ് ദി ലോർഡ്. റണ്ണിങ് സച്ച് എ വേ ആസ് ടു ഗെറ്റ് ദി പ്രൈസ്. ഹല്ലേലൂയ. നാം എല്ലാവരും ബിരുദം പ്രാപിക്കണം. ബിരുദം പ്രാപിപ്പാൻ തക്കവണ്ണം ഓടണം എന്ന് പറയുമ്പോൾ, ബിരുദം പ്രാപിക്കേണ്ടതിന് അവൻ ആ ഓടുന്ന എല്ലാവരിലും ആ ബിരുദം പ്രാപിക്കുന്ന ആൾക്ക് ചില വ്യത്യസ്തതകൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ടല്ലേ അദ്ദേഹം പ്രാപിക്കുന്നത്. എന്തായിരിക്കും ആ വ്യത്യസ്തതകൾ? അതിന്റെ അടുത്ത 2 വചനങ്ങളിൽ ഒന്നാമത് വായിക്കുന്നു, 25-ാം വചനം. അങ്ങ് പൊരുതുന്നവരൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. Praise the Lord. Verse 25. Everyone who competes in the games goes into strict training. They goes into strict training. Hallelujah. സകലത്തിലും വർജനം ആചരിക്കുന്നു. അപ്പോൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുന്ന ആൾക്ക് ഉണ്ടാകേണ്ട ഒരു മെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു സ്ട്രിക്ട് ട്രെയിനിങ്ങിലൂടെ പോകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. സകലത്തിലും ഒരു വർജനം അവർക്ക് ആവശ്യമാണ്. നമുക്കറിയാം, ഒരു ഗെയിംസിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുവാൻ, അവരുടെ സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ, അവർ ഫുഡ് ഡയറ്റ് എല്ലാത്തിലും അവരൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് അവർക്ക് ഉണ്ടായിരിക്കാം. അവരുടെ ഹെൽത്തിലും അവരുടെ ഫുഡിലും സ്തോത്രം, അവരുടെ എക്സസൈസിലും അവരുടെ ലൈഫിലും എല്ലാത്തിലും അവർക്കൊരു സ്ട്രിക്റ്റ് ആയിട്ടൊരു ട്രെയിനിങ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് കടന്ന് അതിലൊരു വിജയം പ്രാപിച്ചുവെങ്കിൽ മാത്രമേ അവർക്ക് ഓട്ടക്കളത്തിൽ അവർക്ക് ജയിക്കുവാൻ, പ്രൈസ് മേടിക്കുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്തീയ ജീവിതത്തിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഉപദേശം, വിശുദ്ധിയും വേർപാട് പ്രാപിച്ച് വ്യത്യസ്തരായി ഓടുന്നവർക്ക് മാത്രമേ ആ വിരത പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. ആ 25-ാം വചനത്തിൽ വീണ്ടും വായിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. Praise the Lord. They do it to get a crown that will not last, but we do it to get a crown that will last forever. Hallelujah. അപ്പോൾ വാടുന്ന കിരീടം പ്രാപിക്കുന്നവർ പോലും, നിലനിൽക്കാത്ത കിരീടം പ്രാപിക്കുന്നവർ പോലും ഇത്രയും ഒരു സ്ട്രിക്ട് ട്രെയിനിങ്ങിലൂടെ കടന്നാണ് അവർ ആ വിരുദ് പ്രാപിക്കുന്നതെങ്കിൽ, വാടാത്ത കിരീടം പ്രാപിക്കേണ്ട നാം ഓരോരുത്തരും എത്രമാത്രം ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്രിസ്ത്യൻ ലൈഫാണ്, സ്പിരിച്വൽ ലൈഫാണ് നാം ലീഡ് ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അടുത്ത വചനങ്ങളിൽ വായിക്കുന്നു, 26-ാം വചനം. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ നാം ഓടുമ്പോൾ ഒരു നിശ്ചയം ആവശ്യമാണ്. Verse 26. Therefore I do not run like someone running aimlessly. ആമേൻ. എയിംലെസ്ലി നാം ഓടുമ്പോൾ നമുക്കൊരു എയിം ഉണ്ടായിരിക്കണം, ഒരു ഗോൾ ഉണ്ടായിരിക്കണം, ഒരു നിശ്ചയം ഉണ്ടായിരിക്കണം. എവിടെയാ നമ്മുടെ ലക്ഷ്യസ്ഥാനം, അല്ലെ? നാം ഓടുമ്പോൾ നമ്മുടെ സ്തോത്രം എയിം ഏതായിരിക്കും? നമ്മുടെ സ്തോത്രം റീച്ചിങ് പോയിന്റ് ആണ്, നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് ആണ്, നമ്മുടെ ലക്ഷ്യസ്ഥാനമാണ് നമ്മുടെ നിശ്ചയം. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ പൗരത്വമോ ഈ ഭൂമിയിലല്ല, സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനം ഈ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ.
ഉയരത്തിലുള്ളത് തന്നെ വാഞ്ചിപ്പിൻ, ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. Praise the Lord. ഈ നാളുകളിൽ കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം ആയതിനാൽ നമ്മുടെ എളിമ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആയിരിക്കണം. യേശു ക്രിസ്തുവിന്റെ സെക്കൻഡ് കമ്മിങ് ആയിരിക്കണം, ആ റാപ്ചർ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സ്വർഗീയ ഭാഗ്യമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവരാജ്യമായിരിക്കണം നമ്മുടെ എയിം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആമേൻ, സ്തോത്രം. എന്നാൽ 27-ാം വചനത്തിൽ അദ്ദേഹം പറയുന്നു, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ഭിന്നിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. I myself will not be disqualified for the praise, so I strike a blow to my body and make it myself. Hallelujah. ഈ നാളുകളിൽ ആമേൻ, the need for self discipline. Praise the Lord. നമുക്കൊരു സെൽഫ് ഡിസിപ്ലിൻ ആവശ്യമാണ്. നമ്മുടെ ശരീരത്തെ, നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ, നമ്മുടെ ഇച്ഛകളെ, നമ്മുടെ മോഹങ്ങളെ, നമ്മുടെ നിരൂപണങ്ങളെ, നമ്മുടെ ആലോചനകളെ, നമ്മുടെ തീരുമാനങ്ങളൊക്കെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയണം. Praise the Lord. ഈ നാടുകളിൽ നാം ഓരോരുത്തരും ദൈവത്തിന്റെ ദാസന്മാരാണ്. ആമേൻ. ദൈവത്തിന്റെ കരത്തിന്റെ ആമേൻ ഹല്ലേലൂയ ഇണങ്ങിയ ഒരു ആയുധമായി, പാത്രമായി നാം ആയിത്തീരുമെങ്കിൽ ദൈവം തന്റെ ഇഷ്ടപ്രകാരം നമ്മെ ആയുധമായി ഉപയോഗിക്കും. തന്റെ ഉപയോഗത്തിനായി ഒരു മാനപാത്രമായി കർത്താവ് നമ്മെ കരത്തിലെടുക്കും. ഈ നാളുകളിൽ ആമേൻ, കർത്താവ് നമ്മോട് പറയുന്ന വചനം അല്ലെങ്കിൽ ആലോചന ഇത് മാത്രമാണ്, നാമം പ്രാപിപ്പാൻ തക്കവണ്ണം ഓടണം. മറ്റുള്ളവരെ നോക്കിയല്ല നാം ഓടേണ്ടത്, മറ്റുള്ളവർ ഓടുന്ന പോലെയുമല്ല നാം ഓടേണ്ടുന്നത്. ആമേൻ. നമുക്കൊരു ആമേൻ, സ്തോത്രം, സ്ട്രിക്ട് ട്രെയിനിങ് ഉണ്ടായിരിക്കണം, നമുക്കൊരു എയിം ഉണ്ടായിരിക്കണം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നമുക്ക് ആമേൻ സകലത്തെയും അതിജീവിക്കുവാൻ ഇടയായിരിക്കും. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്ക് സ്തോത്രം. അതിനത് ഇച്ഛിക്കുന്നവരാലുമല്ല, ഓടുന്നവരാലുമല്ല, കരുണ ചെയ്യുന്ന ദൈവത്താലത്തിൽ സകലവും സാധിക്കുന്നത്. ഞങ്ങൾ കർത്താവ് ഈ ക്രിസ്തീയ ഓട്ടക്കളത്തിലും മറ്റു പലതും ലോകപരമായി നേടേണ്ടതിന് കർത്താവ് ഞങ്ങൾ അധ്വാനിക്കുന്നു, പരിശ്രമിക്കുന്നു, ട്രൈ ചെയ്യുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഓടുന്നു കർത്താവ്. എന്നാൽ ഹല്ലേലൂയ, ഒന്നാമത് ഞങ്ങളുടെ എയിം, ഞങ്ങളുടെ ഗോൾ, ഞങ്ങളുടെ ലക്ഷ്യം കർത്താവ് സ്വർഗരാജ്യമായിരിക്കേണ്ടതിനും ഞങ്ങൾ സ്ട്രിക്ട് ട്രെയിനിങ്ങിലൂടെ സകലത്തിലും വർജനം ആചരിച്ച അതേ സ്തോത്രം യോസെഫ്, ദാനിയേൽ തുടങ്ങിയ ഭക്തന്മാർ ഹല്ലേലൂയ അവർ ശുഭപ്പെട്ടിരുന്നു, അവർ ജയിച്ചു, അവർ സകലത്തിലും പ്രോസ്പെർഡ്. കാരണം അവർ സകലത്തിലും വർജനം ആചരിച്ചു. അതുപോലെ തന്നെ വിശുദ്ധിയോടും വേർപാടോടും കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അപ്പാ, ഈ ഭൂമിയിലും കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണല്ലോ കർത്താവ്. എന്നാൽ അതിനുപരി സ്വർഗീയ അനുഗ്രഹം പ്രാപിക്കുവാൻ വരുവിന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് വിളിക്കുക ഞങ്ങൾ മാറേണ്ടതിന് ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവ്. യേശുവിനെ മാത്രം നോക്കി ജീവിക്കുവാൻ സഹായിക്കണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കണം. താഴ്ത്തു സമർപ്പിക്കുന്നു യേശുവിന്റെ വികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you.